എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കേരളം മാത്രം ഇങ്ങനെ പോകുന്നത്? എന്തുകൊണ്ടാണെന്നറിയോ? വിദ്യാഭ്യാസം ഇവിടെയാണ് കൂടുതൽ ചർച്ച നടക്കുന്നത്. വാർത്ത വരുന്നതിന്റെ കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടായിരിക്കും. ഇവിടെയാണ് വിദ്യാഭ്യാസം ഉള്ളവരും പത്രം കാണുന്നവരും ടി വി കാണുന്നവരൊക്കെ ഉള്ളത്. ശരി ശരി കെന്നഡി പറയൂ. അല്ല, അത് ആ പറഞ്ഞത് വളരെ തെറ്റാണ്. കാരണം ബാക്കിയുള്ള സ്റ്റേറ്റിലെ ക്രിസ്ത്യാനികൾ മണ്ടന്മാരാണെന്നും വിഡ്ഢികളാണെന്നും ഒക്കെ അവിടെ നിന്ന് റിജുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞാൽ അങ്ങനെയല്ല കെന്നഡി. ആളുകൾ ചിരിക്കുകയും കെന്നഡി കേരളത്തെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവർക്ക് സ്വന്തമായ മാധ്യമങ്ങളില്ല. അവർ സാമ്പത്തികമായി മുന്നോക്കമുള്ള വിഭാഗങ്ങളല്ല. അവർക്ക് കേരളത്തെ പോലെ വിദ്യാഭ്യാസമുള്ള സ്ഥലങ്ങളല്ല അതൊന്നും. ഛത്തീസ്ഗഡ് ആവട്ടെ, മധ്യപ്രദേശ് ആകട്ടെ, യു പി ആവട്ടെ, സ്വാഭാവികമായിട്ടും ഏതാണ്ട് 20% ജനസംഖ്യയുള്ള ക്രൈസ്തവരുള്ള കേരളത്തിൽ ഇത് കൂടുതൽ ചർച്ചയാവുകയും കൂടുതൽ പ്രതിഷേധം ഉണ്ടാവുകയും കൂടുതൽ ഡിസ്കഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അതിൽ അസ്വസ്ഥപ്പെടുന്നത് എന്തിനാണ് കെന്നഡി? അസ്വസ്ഥപ്പെടുകയല്ല. കാരണം അജിംസ് തന്നെ ഇപ്പൊ പറഞ്ഞു 20% കേരളത്തിൽ ക്രിസ്ത്യാനികളുണ്ടെന്ന്. 90% ഉള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ 4 5 ഉണ്ട് അജിംസെ. അതുകൊണ്ട് അതിലൊന്നും എന്നോട് ജനസംഖ്യ അത്ര വരില്ലല്ലോ. കേരളത്തിലെ എണ്ണം ഞാൻ ശതമാനം എന്ന് പറയുന്നത് 3.5 കോടിയുടെ 20% എന്നാ പറഞ്ഞത്. 10 ലക്ഷത്തിന്റെ 90% എന്നല്ല. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഇനി കടന്ന് ഉരുളാം, പറഞ്ഞിടത്ത് നിന്ന് ഉരുളാം. ഞാൻ ഉരുണ്ടു. ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ എണ്ണം ക്രൈസ്തവരുള്ള സംസ്ഥാനം കേരളമാണ്. ഇനി അതിൽ നിന്ന് മാറ്റമില്ലല്ലോ. ഇനി പറയൂ, എന്തിനാണ് അങ്ങനെ അസ്വസ്ഥപ്പെടുന്നത് ചർച്ചയാകുമ്പോൾ? ഞാൻ ഇതിനെ എതിർക്കുന്നില്ല. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ലോകത്ത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പാകിസ്ഥാൻ, കെന്നഡി പറഞ്ഞു വരുന്നത് എന്താണ്? ഇതൊന്നും ചർച്ചയെ ചെയ്യരുത്. ഇന്ത്യയിലെ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന വാർത്തയൊന്നും മാധ്യമങ്ങൾ കൊടുക്കരുത്. അതേക്കുറിച്ച് ചോദ്യം ഉന്നയിക്കരുത്. ബിജെപിയെ ചോദ്യം ചെയ്യരുത്. കേന്ദ്ര സർക്കാരിന്റെ ചോദ്യം ഉന്നയിക്കരുത് എന്നാണോ കെന്നഡി കരിമികാല പറയുന്നത്? കെന്നഡിയുടെ പ്രശ്നം എന്താണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ അജിംസേ, നിങ്ങളിപ്പോ ഈ ക്രിസ്ത്യാനികളുടെ എണ്ണവും ഒക്കെ പറയുന്നപ്പോൾ ഞാൻ പച്ചയ്ക്ക് അങ്ങോട്ട് ചോദിക്കുകയാണ്. ലോകത്തിൽ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പാകിസ്ഥാനൊപ്പം മുസ്ലിം ജനതയുള്ളത് ഇന്ത്യയിലാണ്. അവരെ പോലെ സംരക്ഷിതരായ, അവരെ പോലെ സുരക്ഷിതരായ, അവരെ പോലെ സന്തോഷമായ ജീവിതം നയിക്കുന്ന മുസ്ലിംസ് പാകിസ്ഥാനിലുണ്ടെന്ന് അജിംസിന് നെഞ്ചിത്തൊട്ട് പറയാൻ കഴിയുമോ? ഇന്ത്യൻ മുസ്ലിങ്ങളൊക്കെ ഈ ഭരണകൂടത്തിന് കീഴിൽ സംതൃപ്തരും സുരക്ഷിതരും കെന്നഡി തീരുമാനിച്ചാൽ മതിയോ? അല്ലല്ല, കെന്നഡി തീരുമാനിച്ചാൽ മതിയോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളൊക്കെ സുരക്ഷിതരും സന്തുഷ്ടരും സംതൃപ്തരുമാണെന്ന്? ഇല്ല, കെന്നഡിയാണ് അവരുടെ ഏജൻസി ഏറ്റെടുത്തില്ല. കെന്നഡി ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയാം. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളൊക്കെ സുരക്ഷിതരും സംതൃപ്തരും സന്തുഷ്ടമാരുമാണെന്ന് കെന്നഡി ഏത് ആധികാരിക രേഖയുടെ അടിസ്ഥാനത്തിലാണ് വാദിക്കുന്നത്? അല്ല, ഇന്തോനേഷ്യയിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെ കാര്യം പിന്നെ നോക്കാം. ഇന്ത്യയിലെ കാര്യം പറയാം. ഇന്ത്യയിലെ ന്യൂനപക്ഷം സുരക്ഷിതരും സന്തുഷ്ടരും സംതൃപ്തരുമാണെന്ന് ഏത് രേഖയുടെ, ഏത് കണക്കിന്റെ, ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്? പാകിസ്ഥാനിലെ മുസ്ലിംസിനെക്കാളും ഞാൻ പാകിസ്ഥാനിലെ ഇന്തോനേഷ്യയിലെ ആളുടെ കാര്യം നോക്കുന്നില്ലെന്ന്. എനിക്ക് ഇന്ത്യൻ ഭരണഘടനയാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രത്യേക അവകാശങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അവരുടെ ജീവനും സ്വത്തും അന്തസ്സും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? കെന്നഡിക്ക് ഉത്തരമുണ്ടോ? വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് പാകിസ്ഥാനേക്കാളും ഞാൻ പാകിസ്ഥാൻകാരനല്ല, ഞാൻ ബംഗ്ലാദേശുകാരനോ ഇന്തോനേഷ്യക്കാരനോ അമേരിക്കക്കാരനോ അല്ല. എന്റെ ചോദ്യം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോടാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഏത് ഡാറ്റയുടെ, ഏത് കണക്കിന്റെ, ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെന്നഡി പറയുന്നത്? ഞാൻ പച്ചയ്ക്ക് പറയാം. ഞാൻ ഇപ്പൊ ഒരു ഡിസർട്ടേഷൻ, നമ്മുടെ ഈ PhD തീസിസ് പോലെ ഒരു ഡിസർട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒന്നല്ല 80 ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന, അതായത് ക്രിസ്ത്യാനിയുടെയും മുസ്ലിംസിന്റെയും എടുത്തു പറഞ്ഞു തന്നെ ഞാൻ പറയാം, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ എന്ന് ഞാൻ പറഞ്ഞത് ഞാനൊരു ക്രിസ്ത്യാനിയും അജിംസ് മുസ്ലിം എന്നത് തന്നെയാണ്. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അത്രയും ലോകത്ത് പലർക്കും കിട്ടുന്നില്ല. അതായത് ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം അത്ര ആവശ്യമില്ല. അത് കുറച്ച് കുറയ്ക്കാം എന്നാണോ കെന്നഡിയുടെ അഭിപ്രായം? 15ഓളം അതിസമ്പന്നരായ മുസ്ലിം, അതൊക്കെ വിടും. എനിക്ക് മറ്റു രാജ്യങ്ങളുടെ കാര്യം കേൾക്കേണ്ടത്. എനിക്ക് മറ്റു രാജ്യങ്ങളിൽ പൗരത്വമില്ല, എനിക്ക് ഇരട്ട പൗരത്വമില്ല. എനിക്ക് മറ്റു രാജ്യങ്ങളിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള എന്റെ പ്രശ്നമല്ല. എനിക്ക് എന്റെ അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ എന്ത് ഉറപ്പാണ് കെന്നഡിക്കുള്ളത്? അതിനെന്ത് ഡാറ്റയാണുള്ളത്? എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകണ്ട. ഇന്ത്യയിലെ കാര്യം പറയൂ. ഇന്ത്യ എന്ന രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വേട്ടയെ കുറിച്ച് സംസാരിക്കൂ. നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് അതാണ്. ഇന്ന് നമ്മുടെ കൺമുമ്പിൽ കണ്ടത് ആരാധനാലയങ്ങൾ കയറി ആക്രമണം നടത്തുന്നു, തെരുവോരങ്ങളിൽ ആക്രമണം നടത്തുന്നു, ക്രൈസ്തവരുടെ വീടുകൾ കത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം.